ഭാഗ്യദേവത എന്ന് പറയുന്നത് 125 ദിവസം കളിച്ചു എന്നുള്ളതാണ് ആ പടം. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു അവാർഡ് കിട്ടിയ പോലെ ഞാൻ നടക്കുന്നത്. ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പടം 125 ദിവസം കളിച്ചു, 3 സീനിലേ ഉള്ളൂ. ഈ കൈ കണ്ട ഇതേ കണ്ടവന്റെ കോണകം തിരുമിയിട്ടുള്ള തഴമ്പല്ലേ, കടലിൽ കിടന്നേ ഉപ്പുവെള്ളം കുടിച്ചതിന്റെ തഴമ്പാണിത് അല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു അശോകൻ ചേട്ടൻ ഈ നാടകത്തിൽ നിന്ന് പിന്നെ സിനിമയിലോട്ടൊക്കെ എങ്ങനെയാ? മമ്മൂക്ക ഈ നാടകം കണ്ടല്ലോ, കാളിദാസ കലാകാരന്റെ നാടകം കണ്ടപ്പോ മമ്മൂക്ക എന്നെ വിളിപ്പിച്ചു. മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞടാ ഇന്ന പോലെ സംഭവം ഉണ്ടെന്നാ, പിന്നെ നാടകമൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഏത് നാടകം? 2 നാടകം കണ്ടിറാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആവൂന്നൊക്കെ ഞാൻ തട്ടിമുട്ടി വിട്ടു. പറഞ്ഞു നമ്മളെ സീരിയലിൽ അഭിനയിക്കടാന്ന് പറഞ്ഞു. അപ്പൊ ജോലായി നടക്കുന്ന സമയമായിരുന്നു. എന്നാ ശരിയെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ നാടകം കട്ട് ചെയ്ത് നിർത്തി. ഇപ്പോഴും പറയാറുണ്ട് മമ്മൂക്ക ഒരു നിമിത്താവാറുണ്ട് പല ആളുകൾക്കും. ഒത്തിരി പേരെ മമ്മൂക്ക കൈപിടിച്ച് സ്ക്രീനിൽ സിനിമയിൽ കൊണ്ടുവന്നു. ചിലർ ചിലപ്പോൾ പറയാറില്ല. ഇപ്പം നമുക്ക് വൃന്ദ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അത് പറഞ്ഞു നടക്കണമെന്നില്ല. എന്നാലും ചില സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ, എനിക്കത് വൃന്ദയാണെന്ന്, അത് ആ ഒരു സാമ്പത്തികം തന്നില്ലെങ്കിൽ എനിക്ക് എന്നെ കൈപിടിച്ചില്ല, ആ വഴി കാണിച്ചു തന്നു വൃന്ദ എന്ന് നമ്മൾ പറയുന്നില്ല. അവിടെ നാണക്കേടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നാണക്കേടുള്ളവരായിരിക്കും ചിലപ്പോൾ പറയാത്തത്. മമ്മൂക്ക ആണ് എന്നെ കയറ്റിയെന്ന് പറയാൻ നാണക്കേട് അല്ല, എൻ്റെ സ്വന്തം പ്രയത്നത്തിൽ കയറി എന്നുള്ള സർട്ടിഫിക്കറ്റ് നേടാനായിരിക്കാം അല്ലെ മമ്മൂക്ക എന്തോരം പേരെ കയറ്റി. അതെ അതെ അതെ. ഹായ് ഹലോ നമസ്കാരം. നിരവധി സിനിമകളുടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ ചെമ്പിൽ അശോകൻ ചേട്ടനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. മമ്മൂക്കയുടെയും അശോകൻ ചേട്ടന്റെയും സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു ആലിന്റെ ചോട്ടിലിരുന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കണേ ഭയങ്കര ഭാഗ്യം തന്നെ അല്ലെ. പരങ്ങാവിലമ്മ ഞങ്ങളുടെ ദേവിയാണ്. ഭയങ്കര സന്തോഷം. എനിക്ക് ഇവിടെ വന്നിരുന്നപ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ആൽമരത്തിന്റെ താഴെയല്ലേ ഇരിക്കുന്നത്, പിന്നെ അപ്പൊ കൊറേ നമുക്ക് കൊറേ ചോദ്യങ്ങളൊക്കെ വരുമായിരിക്കും, ബുദ്ധിയുദിക്കും. നമുക്ക് നോക്കാം. അപ്പൊ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെമ്പിൽ അശോകൻ, ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു മമ്മൂക്കയുടെയും ഇപ്പൊ അശോകൻ ചേട്ടന്റെയും നാടാണല്ലോ. അപ്പൊ എത്രത്തോളം നമ്മുടെ ഒരു തുടക്ക കാലഘട്ടത്തിലെ നമ്മുടെ നാട്ടിലെ എത്രത്തോളം ഒരു എല്ലാവരുടെയും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. നമ്മളെ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുമ്പോ നമുക്ക് എപ്പോഴും നാട്ടുകാരായിരിക്കും നമ്മളെ വളർത്തിയെടുക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു തുടക്ക കാലഘട്ടം എന്നൊക്കെ പറയും? ഞാൻ ആദ്യം നാടകമായിരുന്നു ശരിക്കും. ഒരു പ്രൊഫഷണൽ നാടകമായിട്ട് 22 വർഷം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ നിന്ന് പിന്നെ സീരിയലിലേക്ക് പോയി. സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പം അത് നാടകം പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്, നാട്ടുകാരെപ്പോഴും നമ്മളോട് നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചാനലിൽ പറയുമ്പോ ഇഷ്ടമെന്നേ പറയാൻ പറ്റും. വെറുപ്പുള്ളവരുണ്ട്, അവരുടെ കാര്യം വിട്ടേക്കാം. എല്ലാവരും ചിരിച്ചു കാണിക്കുന്നവരെല്ലാവരും നല്ല സന്തോഷവാന്മാരും നമ്മളോട് ഇഷ്ടമുള്ളവരാണെന്നും പറയണ്ട. അത് വിട്ടേക്ക്, നമുക്ക് അനുഭവങ്ങൾ. അതിനുദാഹരണം മമ്മൂക്ക അഭിനയിച്ച ഒരു അശോക് രാജ് ഉണ്ടല്ലോ, കഥ പറയുമ്പോൾ. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, അശോക് രാജ് നേരത്തെ ഉണ്ടായിരുന്നു, അന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷങ്ങളും തിക്താനുഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വളർന്ന നാട് തന്നെയാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകും, ഉണ്ടായിരിക്കാം, ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ നാടകം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അന്ന് ശരിക്കും പറഞ്ഞ ഒരു സിനിമയെക്കാൾ ഉപരി എന്ന് പറഞ്ഞ നാടകങ്ങളായിരുന്നല്ലോ ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഈ ഹരം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ നാടകം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഹരമായിരുന്നു. അന്ന് ആ ഒരു മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സിനിമകളെക്കാളും മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ നാടകമായിരുന്നു ഒരു ഹരം നാട്ടിലെ ആളുകൾക്കൊക്കെ. നാട്ടിലെ ആൾക്കാർക്ക് സിനിമ മാത്രമല്ല, നാടകം മാത്രമല്ല, സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഇതായിരുന്നു. അന്നൊക്കെ TV ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ നാടകം മാത്രമല്ല, കലാരൂപങ്ങളായിട്ട് സ്റ്റേജിൽ വിന്യസിച്ചിരുന്നത് ഡാൻസ് ഉണ്ട്, കഥകളിക്ക് എല്ലാവരും പോകൂല. ഉള്ള ക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ ഈ തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിൽ കഥകളി എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. അപ്പൊ ഈ നാടകത്തിന് ഉള്ള വ്യത്യാസം, ഞാനും ഉൾപ്പെടെ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് സൈക്കിളിൽ ഓട്ടി ഞങ്ങൾ 2 പേരും 3 പേരൊക്കെ ലോഡ് കയറിയിട്ട് 1 കിലോമീറ്റർ ദൂരെ പോയി നാടകം കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ നാടകത്തിന് അത്രയ്ക്ക് ഡിമാൻഡ് ആയിരുന്നു, അത്ര ഭയങ്കര. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ, ഇന്ന നാടകം ഭയങ്കര ഇതായിട്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി പോകും. ചിലപ്പോൾ വെളുപ്പിനൊക്കെ ആയിരിക്കും തുടങ്ങണത് നാടകം, കാരണം 1ഉം 2ഉം സ്റ്റേജ് അവർക്ക് ഉണ്ടാകും. അപ്പൊ അത് മാറിയുള്ള അന്നും എന്നുള്ള അത് അന്ന് ഇന്ന് എന്നുള്ള വ്യത്യാസങ്ങൾ പറയുമ്പോൾ ഞാൻ 2000-ൽ നിർത്തിയതാണ് നാടകം, പ്രൊഫഷണൽ നാടകം.
അപ്പോൾ ആ 22 വർഷം പൂർത്തിയാക്കി മാറിയതാണ്. ഇവിടുന്ന് പിന്നെ അപ്പം ഞാൻ ഉള്ളുകൊണ്ട് ചിരിക്കുമായിരുന്നു, ദൈവമേ ഇനിയുള്ള കോമഡി ആർട്ടിസ്റ്റുകളുടെ കാര്യം എന്തായിരിക്കും വെച്ചാൽ ഓഡിയൻസ് ഫ്രണ്ടിലുണ്ടെങ്കിലേ കോമഡി ആർട്ടിസ്റ്റ് ആയാലും ആരായാലും സീരിയസ് ആണെങ്കിലും അവരുടെ റെസ്പോൺസ് നമുക്ക് കിട്ടും. നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം എങ്ങനെ നമ്മൾ സീരിയസ് ചെയ്താലും കോമഡി ചെയ്താലും അപ്പം തന്നെ നമുക്ക് വിവരം കിട്ടുമല്ലോ, റിസൾട്ട് അപ്പം കിട്ടും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി എന്ന് പറയുമ്പോൾ പിന്നെ ടി വി കുറ്റമായിട്ടല്ല, ടി വിയുടെ അതിപ്രസരമൊന്നും പറയുന്നില്ല. ടി വികൾ എല്ലാ വീടുകളിലും വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ നേരത്തെ കാളിദാസ കലാകേന്ദ്രത്തിൽ അഭിനയിക്കുമ്പോൾ അവിടുത്തെ 2 നാടകങ്ങള് ടി വിയിൽ മറ്റേ ചാനലുകാര് പകർത്തിയിട്ടുണ്ട്. അത് മമ്മൂക്ക കണ്ടിട്ട് എന്നെ ആദ്യമായിട്ട് വിളിപ്പിക്കുന്നതാണ് ശരിക്കും. അപ്പൊ എനിക്ക് ടി വി അന്നില്ല കാണാനായിട്ട്. ഞങ്ങൾ അന്ന് അന്നത്തെ കാലത്തൊക്കെ ഫുട്ബോള് ഇതുപോലെ ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു വീട് നമുക്കറിയാം, നമ്മുടെ സുഹൃത്തിൻ്റെ എല്ലാ വീടുകളിലും ചെല്ലാനും പറ്റില്ല. അവിടെ പോയി ഞങ്ങൾ നേരം വെളുക്കുന്നവരെ പോയിരുന്നു ഫുട്ബോൾ കളി കാണുമായിരുന്നു. അപ്പൊ അത് ടി വി ഇന്നിപ്പോ ടി വി കൂടുതൽ വന്നപ്പോ അവിടെ എത്ര മണിക്കാ പരിപാടി? അവിടെ 9 തൊട്ട് തുടങ്ങും. ആരെ കൊണ്ട് പറ്റി ഈ സമയത്ത് കഴിയില്ല. അപ്പൊ ടി വി നോക്കാം, റിമോട്ട് എടുക്കാൻ നോക്കാം, ഇഷ്ടമുള്ള വിഭവങ്ങൾ അതിലുണ്ട്, ഏത് വേണേലും കാണാമല്ലോ. സ്റ്റേജ് പ്രോഗ്രാം അത് വേറൊരു സംഭവം. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നവരെ അവിടെ കൊല്ലുന്ന ഒരു നിയമമാണ് കോടതി വെച്ചിരിക്കുന്നത്. എന്തോ സംഭവിച്ചെന്നും പറഞ്ഞ് ഇപ്പോ 10 മണി വരെ പാടുള്ളൂ എന്നുള്ള തീരുമാനമാണ് കോടതി. അതുകൊണ്ട് സ്റ്റേജിൽ നടത്തുന്ന പരിപാടികളെല്ലാം നടത്തുന്ന കലാകാരന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും അതാണ് അന്നം മുട്ടിച്ചെന്ന് വേണം പറയാനായിട്ട്. കോടതിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ല എന്താണ് ഏതാണ്. സ്റ്റേജ് നാടകം മാത്രമല്ല, മിമിക്രി ആയിട്ടും ഡാൻസ് ആയിട്ടും ഒത്തിരി പ്രോഗ്രാംസ് സ്റ്റേജിൽ ഉണ്ടാവുമല്ലോ. അതെല്ലാം കുളവാക്കിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായെന്നും അറിയില്ല ഇപ്പൊ. അല്ല, ഉപജീവന മാർഗം മുട്ടിന്ന് തന്നെ ശരിക്കും പറയേണ്ടി വരാ. പക്ഷെ അന്നത്തെ നാടകം എന്നൊക്കെ പറയുമ്പോഴേ നാടകത്തില് അപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകരുടെ റെസ്പോൺസ് സിനിമ പോലെ അല്ലല്ലോ. അതായത് അപ്പൊ കിട്ടും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാ? അതായത് നമ്മൾ നാടകം കളിക്കുമ്പോ ഞാൻ അമ്മൂമ്മക്കിളി എന്ന് പറഞ്ഞ നാടകം കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 98. അപ്പൊ അതില് നാടകം കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ സീരിയസ് വിത്ത് കോമഡിയാണ്. അപ്പൊ ഞാൻ അനാഥനാണ്. അപ്പൊ അതെങ്ങനെ പറഞ്ഞു കോമഡി എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡയലോഗ് ഇങ്ങനെ പറയും തോറും ജനം ഇങ്ങനെ കിടന്ന് ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒത്തിരി സമയം റിലാക്സ് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷെ ചിരിയൊന്നും ഒതുങ്ങട്ടെ, അടുത്ത ഇട്ട് കൊടുക്കാം, പിന്നെ ചിരി. അങ്ങനത്തെ ഒരു നാട് വരുന്നത്. അതിന്റെ സീരിയസ്നെസ് ഉള്ള സംഭവമുണ്ട്. ഈ 3 പേരെ ഞങ്ങൾ എടുത്തു വളർത്തുന്നതാണ്. ഒരമ്മ അപ്പം വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്. കൊണ്ടുപോയി നടന്ന് ഓരോ ക്വാർട്ടേഴ്സിൽ അവരുടെ കൊടുത്ത്. അപ്പോൾ അതിൽ എൻ്റെ അനിയന്മാരായിട്ടുള്ള 2 പേര് അവർ നമ്മളെ എതിർത്ത് പറഞ്ഞു എന്ന് കഴിയുമ്പോൾ ഞാൻ കണ്ട കാട്ടറബിക്കുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് പറയുമ്പോൾ അമ്മ കയറി കൊടുക്കും. അമ്മയെ ഞാൻ വാകുത്തി പിടിക്കും, വേണ്ട പറയണ്ട, നിങ്ങളാരാണെന്നൊക്കെ ചോദിക്കാമെന്ന് പറയാം. ഇവരോർത്തിക്കണ ഇവർ ഈ അമ്മയുടെ മക്കളാന്ന് കൊടുത്തിരിക്കും. ഞങ്ങൾ 3 പേരും അനാഥരാ. അത് ഇവർക്കറിയില്ല, എനിക്കറിയാം. വേണ്ടമ്മേ ഇതാന്ന് പറയാം. അപ്പൊ നമ്മുടെ ആ സീരീസ് ഒക്കെ പറയുന്നത് പിന്നെ സെന്റിമെന്റ്സ് ആണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പം ജനം ഫ്രണ്ടിൽ ഇരുന്ന് കരയുന്നതും വല്ലാത്തൊരു അവസ്ഥ അത് നമുക്ക് കിട്ടും. ചില സ്ഥലങ്ങളിൽ നമ്മളെ ഒന്നിച്ചും കെട്ടിപ്പിടിക്കുന്നു, കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നത് ഒത്തിരി പേരുണ്ട്. അടിച്ചിട്ട് വരുന്നവർ കെട്ടിപ്പിടിക്കുന്നവരുണ്ട് കോമഡിയുടെ ഇതിൽ. അങ്ങനെ പലരും നാടകം കളിച്ചാൽ ചെറുനാരങ്ങയൊക്കെ കൊണ്ട് തരുന്നവരാണ്. കരുതി കൂട്ടിക്കൊണ്ടുവന്നായിരിക്കാം ചിലപ്പോൾ ഇത് വളവാക്കാന്നുള്ള രീതിയിൽ. അപ്പൊ നല്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഇത് കൊണ്ട് തരണം. അപ്പൊ അവിടെ മുറിഞ്ഞേ പിന്നെ നമ്മളവിടെ നിന്ന് ഒന്നും തുടങ്ങണം. വലിയ നമുക്ക് പാരിതോഷികം വേണോ തന്നത്, പക്ഷെ നമുക്കതൊരു വലിയ പാരയായിരിക്കും. ഞാൻ ആ നാടകത്തെ കുറിച്ച് ഇങ്ങനെ ഒതുക്കി പറഞ്ഞു, കാരണം ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഒത്തിരി ശരിക്കും അതെ നാടകം ഈ പറഞ്ഞ പോലെ തന്നെ അന്നൊക്കെ ഈ ഒരു ഇന്നും നാടകത്തിന് ഭയങ്കര ഓഡിയൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം പഴയ പോലെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇല്ല, വേദികളില്ല. അപ്പൊ ഞാൻ ആദ്യമേ പറയാം, 2000 ഞാൻ നാടകം നിർത്തിയപ്പോൾ ഉള്ളുകൊണ്ടൊരു ചെയ്തെന്ന് പറയുമ്പോ എന്ത് ചെയ്യും, ഓഡിയൻസ് ഇല്ലല്ലോ, വേദികളില്ല. അന്ന് ഞാനൊക്കെ നാടകം കളിക്കുന്ന ഫൈനാൻസ് സൊസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 6:30 വൈകിട്ട് തുടങ്ങും. ഞാൻ ഈ കൊച്ചിൻ സംഗമത്തിൽ കളിക്കുമ്പോൾ 4 നാടകം വരെ കളിച്ച സമയമുണ്ട്. 4 നാടകം. അപ്പൊ ചോദിക്കും എങ്ങനെ 4 നാടകം? 6:30
അതിന് മുമ്പൊരു നാടകം കളിക്കാം. എവിടെ നിന്ന് ഈ കോളേജ് സ്കൂള് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കളിക്കാം പകല്. പിന്നെ പിന്നെ 6:30 കഴിഞ്ഞാൽ പിന്നെ 10-10:30 ആകുമ്പോൾ തുടങ്ങണം. 10:30 കഴിഞ്ഞാൽ പിന്നെ നാടകം തീരുന്നതും ചെല്ലുന്നതുമാണ് അടുത്ത സമയം. നിശ്ചിത സമയം അങ്ങനെ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട് നാടകം. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നാടകം കളിച്ചതിൽ സംഘമിത്രയുടെ കൂടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നാടകം കളിച്ചത്. 413 നാടകം ഒരു വർഷം. അത്രയും കളിക്കാനൊന്നും പറ്റില്ല പൊതുവെ. അങ്ങനെ കളിച്ചിട്ടുണ്ട്. അല്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതായിരുന്നു നാടകത്തിൽ നിന്നൊക്കെ വരുന്ന. പിന്നെ അതുപോലെ തന്നെ ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ശരിക്കും സിനിമയിലായിട്ട് എങ്ങനെയാണ് അശോകൻ ചേട്ടൻ വരുന്നത് നാടകത്തിൽ? സിനിമയിൽ വന്ന എന്റെ അറിവിലുള്ള ഒരു നെല്ലിക്കോട് ഭാസ്കരൻ നാടകക്കാരനാണ്. SP പിള്ള നാടകക്കാരനായിരുന്നു. ഇളയൻചേട്ടൻ നാടകക്കാരനായിരുന്നു. KP ഉമ്മർ, KPC വന്ന ആള്. അങ്ങനെ കുറെ പേര് നാടകക്കാരൻ, സായികുമാർ, ഇവരൊക്കെ നാടകത്തിൽ നിന്ന്. വിജയരാഘവൻ, NN പിള്ളയുടെ കൂട്ടുകാരനൊക്കെ അതിൽപ്പെട്ടത്. അങ്ങനെ അമ്പിളിച്ചേട്ടൻ, ജഗതി ഒക്കെ നാടകത്തിലുണ്ടായിരുന്നു. ഒത്തിരി നാടകക്കാർ, മുരളിച്ചേട്ടൻ. അപ്പൊ എങ്ങനെയായിരുന്നു അശോകൻ ചേട്ടൻ ഈ നാടകത്തിൽ നിന്ന് പിന്നെ സിനിമയിലോട്ടൊക്കെ എങ്ങനെയാ? നാടകത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ 2000-ൽ നാടകം നിർത്തി. ഇങ്ങനെ മമ്മൂക്ക ഈ നാടകം കണ്ടല്ലോ, കാളിദാസ കലാകേന്ദ്ര നാടകം കണ്ടപ്പോ മമ്മൂക്ക എന്നെ വിളിപ്പിച്ചു. മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞടാ ഇന്ന പോലെ സംഭവം ഉണ്ടെന്നാ. പിന്നെ നാടകമൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഏത് നാടകം? 2 നാടകം കണ്ടിറാന്ന് പറഞ്ഞു. നന്നായിരിക്കും. ഒരെണ്ണത്തിൽ പ്രായം ചെന്നൊരു കിളവനായിട്ട്, ഒരെണ്ണത്തിലൊരു അമേരിക്കക്കാരൻ പയ്യനുമായിട്ടാണ് കണ്ടുപോയത്. അപ്പൊ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആവൂന്നൊക്കെ ഞാൻ തട്ടിമുട്ടി വിട്ടു. പറഞ്ഞു നമ്മളെ സീരിയലിൽ അഭിനയിക്കടാന്ന് പറഞ്ഞു. അപ്പൊ ജ്വാലയായി നടക്കുന്ന സമയമായിരുന്നു. എന്നാ ശരിയെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ നാടകം കട്ട് ചെയ്ത് നിർത്തി. അങ്ങനാണ് ഇപ്പൊ ഇന്ന് വിളിയും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഒരു വർഷം പോയി. അടുത്ത വർഷം മമ്മൂക്ക വീട്ടിൽ വന്നപ്പോ, പെരുന്നാൾ കൂടെ വന്നപ്പോ ഞാൻ മമ്മൂക്ക അടുത്ത് ചെന്നിച്ചു, എന്താടാ നാടകമൊക്കെ ഉണ്ടാക്കും? ഞാൻ ഒരു നാടകത്തിന് ഞാൻ പോണില്ല. എന്താ? മമ്മൂക്കയല്ലേ പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്നവരാണ്. ഞാൻ നാടകത്തിന് പുള്ളിക്ക് അപ്പോഴാ കത്തിയത്. അപ്പൊ ഉച്ച കഴിഞ്ഞപ്പോ സമയമായിരുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. ഇബ്രാഹിം കുട്ടി, പുള്ളിയുടെ അനിയന്മാര് ഇബ്രാഹിം കുട്ടിക്ക് സക്കരിയും പോകാൻ പോകുന്നു തിരുവനന്തപുരത്തേക്ക്. ഈ ജ്വാലയുടെ അവിടെ അമ്പലമുക്കല് ആണ് ഇവരുടെ സ്ഥലം, താമസിക്കുന്നത്. എടാ നീ ഇവരെ കൂടി കൊണ്ടുപോയിക്കോ, നിങ്ങളുടെ കൂടെ കൊണ്ട് താമസിക്കുന്നുണ്ട്, നീ പോകണിടത്തൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് പറയും. അപ്പൊ ഇത് മറ്റേ ഇബ്രാഹിം കുട്ടിക്ക് അന്ന് ഒത്തിരി സീരിയൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തി അരനാഴിക നേരം എന്ന് പറയും സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോ സത്യൻ സാറൊക്കെ കണ്ടുവെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് എന്നെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം. അപ്പൊ അതിനു മുമ്പ് സീരിയലിൽ കുറെ അഭിനയിച്ചു കേട്ടോ. ഇബ്രാഹിം കുട്ടിക്ക് പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെ കുറെ പോയി. പക്ഷെ അന്നത്തെ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു നല്ല നല്ല കഥകളൊക്കെ ആയിരുന്നു. അതായത് നല്ല നല്ല ആളുകൾ എഴുതിയ കഥകളും അത്രയും കണ്ടിരുന്നു പോകുന്ന തരത്തിലുള്ള ഒരു സീരിയലുകളൊക്കെ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞ ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കില്ല സീരിയൽ അഭിനയിച്ചതൊക്കെ അന്ന് കാലത്ത്. സീരിയൽ അഭിനയിച്ച ഗുണം ചെയ്തു എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സത്യൻ സാറ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഇത് പാറപ്പുറത്തിന്റെ അരനാഴിക നേരം സിനിമ ചെയ്തതാണ്. അത് ആണ് സീരിയലായിട്ട് കാച്ചിക്കുറുക്കി എടുക്കുന്നത്. ഇപ്പോഴത്തെ സീരിയലിന്റെ ഒരു പാറ്റേൺ അല്ല. ശരിക്കും സിനിമാറ്റിക് സ്റ്റൈലിലാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത്. ഭയങ്കര ലൈവായിട്ട് എല്ലാവരും ആ രീതിയിലായിരുന്നു. സത്യൻ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടത്. എല്ലാവരും ജീവിക്കുകയായിരുന്നു, അല്ല അഭിനയിക്കുകയല്ല. അത്രയ്ക്ക് നല്ല രസമായിരുന്നു ആ സീരിയൽ. നന്നായിട്ട് ശിവമോഹൻ തമ്പി എന്ന് പറയുന്ന സംവിധായകൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറമാൻ ഒക്കെ എല്ലാവരും രസമായിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അത് അമൃത ടിവിയിലായിരുന്നു. അല്ല ഞാൻ പണ്ട് കുറെ സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് നല്ല കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കും. സത്യൻ സാറ് കാണണമെന്നുണ്ടെങ്കിൽ അത്രയും. അതെ, അങ്ങനത്തെ ഒരു സീരിയലൊക്കെ ക്ലാസിക് കഥകൾ എന്ന് പറഞ്ഞാണ് വന്നത്. അതുകൊണ്ടായിരിക്കും സാറൊക്കെ അത് കണ്ടത്. എന്റെ ഭാഗ്യം സാറ് കാണാൻ നിന്ന്. സാറും സാറിന്റെ ക്രൂവും കണ്ടു. അങ്ങനെ കണ്ടിട്ടാണ് എനിക്കൊരു വിളി വരുന്നു. ഇതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു, ഒന്ന് കാണണം, നേരിട്ട് കാണാൻ പറ്റും, കാണാം. ഇവിടെ കാക്കനാട് വന്നോ എന്നോട്. അവിടെയാണ് അവരുടെ അന്നത്തെ ഈ ഷൂട്ട്, ഭാഗ്യദേവതയ്ക്ക് മുമ്പായിട്ടുള്ള വർക്ക് നടക്കണ അവിടെ പോയി കണ്ടു. ഇരുന്ന് കുറെ മണിക്കൂറുകളും അവിടെ കുറെ സമയം ചെലവഴിച്ചിരുന്നു. അപ്പൊ തന്നെ എനിക്ക് സത്യൻ സാറ് എന്നുള്ള ആളെ ഞാൻ ജീവനോടെ കാണുന്ന അവിടെ വെച്ചാ. ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത്രേ ഉള്ളൂ. തന്നെയുള്ള വലിയൊരു ഡയറക്ടറല്ലേ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളും ഭയങ്കര ഹിറ്റ് സംഭവങ്ങൾ ചെയ്ത ആളല്ലേ. ആടെ ഒക്കെ ചെല്ലുകയെന്ന് പറയാം. പിന്നെ അത്രയും നേരം സംസാരിച്ചപ്പോ എനിക്ക് നമുക്ക് എല്ലാത്തിനും ഒരു സഭാകമ്പം ഉണ്ടാവൂല്ലേ.
അപ്പൊ അത് മാറിക്കിട്ടി. സാറുമായിട്ട് അത്രയും സംസാരിച്ചുകൊണ്ട് അവരുമായിട്ട് അവരിൽ ഒരാളായി മാറി. അതുകൊണ്ട് എനിക്ക് ഭാഗ്യദേവതയിൽ 3 സീനേ ഉള്ളൂ. 3 സീന് അഭിനയിച്ചതിൽ ഒരു തടസ്സങ്ങളും വന്നില്ല. അത് ഈ ഒരു അത് പണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യും, അത് സിനിമക്കാരെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും. വൃന്ദ പറഞ്ഞ ആ ചർച്ച വേറെയാ, സിനിമക്കാരുടെ ചർച്ച, അത് സിനിമയുടെ ചർച്ച. ഇത് അങ്ങനെയല്ല. ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ എന്നെ വിളിച്ചതാണ്. വിളിച്ചപ്പോ എന്നെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതാണ്. വിളിപ്പിച്ചപ്പോ അന്നേരം സംസാരിച്ച ആ ഒരു പരിചയം, ആ ഒരു ഇത് കൊണ്ടാണ് അത്രയും പഴകിയില്ല. സംസാരിച്ച് തന്നെ കുറെ മണിക്കൂറുകളോളം ഇരുന്ന് എന്താണ് സാർ, എന്താണ്, എങ്ങനെയാണ്. ഇപ്പോഴും നമുക്കൊരു സിനിമയിൽ പോകും പുതിയ പിള്ളേരായിരിക്കാം, ഇവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചിലർ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ നമ്മൾ ഷൗട്ട് ചെയ്തൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. നമ്മൾ ചിലപ്പം ഞെട്ടിപ്പോകും, എന്താണ് ഇത്രയും സിനിമയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ഇതായി പോകും. നമ്മൾ സോറി ചേട്ടാ എന്ന് ചിലർ പറയും, അല്ല അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, നമ്മള് ചെയ്യാം. അങ്ങനെ പോകും, വഴക്കില്ലാതെ പോകും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇനി പേടിപ്പിക്കണമെന്നില്ല, പറഞ്ഞാ പോരെ. അത്രയുള്ളൂ നമുക്ക് ചോദിക്കേണ്ട കാര്യം. ചില പിള്ളേരുടെ ആരോ പറഞ്ഞ പോലെ എന്താണ് കൈവിട്ടു പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മള് പോകുന്നത്, അപ്പൊ നമുക്കപ്പോഴും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇപ്പൊ സിബിമലയിൽ, സത്യനന്ദിക്കാട്, എനിക്ക് ഇനിയിപ്പോ ജോഷി സാറിന്റെ കൂടെ മാത്രം ആ പഴയ ഇതില് അഭിനയിക്കാനുള്ളത്, ഡയറക്ടറിൽ അഭിനയിക്കാനുള്ളത്. വേറെ ഏതാണ്ട് ഒരുവിധമുള്ള എല്ലാ പഴയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെ. തീർച്ചയായിട്ടും ആദ്യ സിനിമ തന്നെ സത്യൻ സാറിന്റെ കൂടെ, സത്യനന്ദിക്കാടിന്റെ സിനിമകൾ എന്ന് പറയുമ്പോ അപ്പൊ തന്നെ നമുക്ക് അവിടെ നമുക്ക് ഇത്, പിന്നെ അത് തന്നെയല്ല ഭാഗ്യദേവത എന്ന് പറയുന്നത് 125 ദിവസം കളിച്ചു എന്നുള്ളതാണ് ആ പടം. അപ്പൊ അത് എനിക്കൊരു വലിയൊരു അവാർഡ് കിട്ടിയ പോലെ ഞാൻ നടക്കുന്നത്. ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പടം 125 ദിവസം കളിച്ചു, 3 സീനിലേ ഉള്ളൂ. അങ്ങനെ മുണ്ട് മടക്കി കുത്തി പറയുന്ന ഇതാണല്ലോ, മെയിനായിട്ട് പറയുന്നതാണല്ലോ. ഈ കൈ കണ്ട, ഇതേ കണ്ടവന്റെ കോണകം തിരുമിയിട്ടുള്ള തഴമ്പല്ലേ, കടലിൽ കിടന്നേ ഉപ്പുവെള്ളം കുടിച്ചതിന്റെ തഴമ്പാണിത് അല്ലേ, ഇതാണ് സാധനം. ആ ഒരു മുണ്ടങ്ങട് കയറ്റി പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അതിൽ ജയറാമേട്ടന്റെ പറയുന്നുണ്ടല്ലോ, കപ്പലണ്ടി വെച്ച് നടന്ന ആളായിരുന്നു, ഇപ്പൊ ആരാ ഫിഷിംഗ് ബോട്ടിന്റെ മുതലാളിയാണെന്ന്. അത് ഞാനല്ല, ആ ക്യാരക്ടറല്ല, തങ്കുവാശന്റെ ക്യാരക്ടറല്ല, വേറൊരാള് കപ്പലണ്ടി കച്ചവടമൊക്കെ കഴിഞ്ഞ്. പക്ഷെ പിന്നെ കാണിക്കുന്നത് ആ സീനിൽ ഇവര് ബോട്ടിൽ പോകുന്ന ഒരു സീനുണ്ട്. അഭിനയിച്ചത് നമ്മുടെ ഒരു സുഹൃത്താണ്. അല്ല, പക്ഷെ എന്നാലും ആ സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് രണ്ടൊരു സീനുണ്ട്, അതായത് ഇങ്ങനെ കൈ കയറ്റി പിടിച്ചിരുന്ന ഒരു സീന്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഭാഗ്യദേവത സിനിമയിൽ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലേ ഇത്രയും പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ അത് അനായാസേന ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. തങ്കുവാശാനായിട്ട് തന്നെ ചെയ്യാൻ പറ്റി, ഡയലോഗിന് തടസ്സമില്ല, മറ്റുള്ളതൊന്നുമില്ല. പിന്നെ നമ്മൾ സാറിനോട് ചോദിക്കും, അതങ്ങനെ ചെയ്യട്ടെ, ഇതിങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പറഞ്ഞു ആദ്യം സാറ് പിന്നെ പറഞ്ഞ്, ഇനി ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട അശോകൻ ധൈര്യോട് ചെയ്തോ, ആണെങ്കിൽ ഞാൻ കട്ട് പറഞ്ഞോളാം. ഇരിക്കുന്നത്, കാല് വെക്കുന്നത്, ഇങ്ങനെ കാല് വെച്ചിട്ടൊക്കെ വർത്താനം പറയുന്ന. അപ്പൊ ഈ പുള്ളിക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളാ, മാത്രമേ ഉള്ളൂ. ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വലിയ ആള്, പുറകില് കുട പിടിക്കാൻ ആള്, കണക്കപ്പിള്ള വേറെ, അങ്ങനെ പോകുമ്പം കാശുകാരനാണ്. പക്ഷെ കാശുണ്ടെങ്കിലും ഈ അപ്പിയറൻസ് ഇതുണ്ടെങ്കിലും പക്ഷെ ജീവിക്കാനുള്ള വിവരം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അല്ല, അത് സത്യൻ സാറിന്റെ സിനിമകൾ എടുത്ത് നോക്കുമ്പോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കഥാപാത്രങ്ങളായിരിക്കും എപ്പോഴും. എല്ലാ സിനിമ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും. അപ്പൊ ആ സിനിമ ഇറങ്ങിയ സമയത്തെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയായിരുന്നു പ്രേക്ഷകർ, ആളുകളൊക്കെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു ഈ സിനിമ കണ്ടതിന് ശേഷമൊക്കെ? പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപേ ആദ്യത്തെ ദിവസം തന്നെ 2ാമത്തെ ഷോയ്ക്ക് ഞാനും മമ്മൂക്കടനും ഇബ്രാഹിം കുട്ടിക്ക വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ട്, ഞാനും എൻ്റെ വൈഫും 2 പിള്ളേരും കൂടി ഇക്കയുടെ വീട്ടിൽ പോയിട്ട്, ഇക്കയുടെ കാറിലാണ് ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നത്. എറണാകുളത്ത് പോകുമ്പം അന്ന് സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു പാക്കറ്റ് സിഗരറ്റും മേടിച്ചു എന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഗോഡ് ഫ്ലേക്കാണ് വാങ്ങി. ഇവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഞാൻ അവിടെ ഇറങ്ങി, അവിടെ ഒരു പെട്ടിക്കടയുണ്ട്, അവിടെ ചെന്ന് ഞാൻ സിഗരറ്റ് പിടിക്കാൻ പോയി, ഇത് തങ്കുവാശാനല്ലേ എന്ന് പറയും. അപ്പോഴേ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട്. അവിടുന്ന് പിന്നെ തിയേറ്ററിൽ കയറി ഇന്റർവെല്ലിന് മുമ്പ് ഈ 3 സീനും കഴിയും. അപ്പൊ ഒരു സീൻ കഴിഞ്ഞപ്പോ എഴുന്നിട്ട് 2ാമത്തെ, അപ്പൊ ചിലരൊക്കെ അവിടെ മർമറിങ്, ഇത് ഏതവനാടാ ഇത്,
അതിൽ ചില ചീത്ത കൂട്ടിയാ പറയണം കേട്ടോ. ആ ചീത്ത എന്ന് പറഞ്ഞാൽ സൂഹിക്കാവുന്നൊരു ചീത്ത, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇതല്ല. ഒരു മൈ ചേർത്തിട്ട് ഇത് ഏതാടാ ഈ മോൻ എന്ന്. അപ്പൊ ഒന്ന് കഴിഞ്ഞ് പോയപ്പോ അടുത്ത പിന്നെയും ദിയുടെ പിന്നെയും വന്നല്ലടാ എന്ന്. അങ്ങനെ 3 സീനിൽ വന്നിട്ട് അത് നമ്മൾ കേട്ടിരിക്കുക. അപ്പൊ പിന്നെ പുറത്തോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല, പുറകിരുന്നായി പറയണം. അന്ന് അൻവർ റഷീദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്റർവ്യൂ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പുള്ളിയെ കണ്ടു, പുള്ളി ഇന്റർവ്യൂവിൽ തന്നെ കൈ തന്നു, ഇതൊക്കെ തന്നു, അങ്ങനെ പോകും. അപ്പൊ അത് നമ്മൾ അന്നേരം സ്പോട്ടിൽ നാടകം കളിക്കുമ്പോ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് ഇവിടെ വീട്ടിൽ തിയേറ്ററിൽ തന്നെ കിട്ടിയത്. അത് ഭയങ്കര സംഭവം. അതെ, എന്നാലും നമ്മൾ ഒരു സിനിമ കഴിയുമ്പോ ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ഒരാള് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ വന്ന് വരുമ്പോ നാട്ടിലുള്ള ആൾക്കാരുടെ അതുപോലെ പ്രമാണം ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. തിയേറ്ററിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേനും ആള് വന്നല്ലോ എന്ന് അങ്ങനെ. അപ്പൊ അതിന് ഞാൻ മമ്മൂക്ക പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ഒരു സംഭവം. അത് നല്ല സംഭവമായിരുന്നു. അല്ല, എപ്പോഴും പറയാറുണ്ട് മമ്മൂക്ക ഒരു നിമിത്താവാറുണ്ട് പല ആളുകൾക്കും. ഒത്തിരി പേരെ മമ്മൂക്ക കൈപിടിച്ച് മറ്റേ സ്ക്രീനിൽ സിനിമയിൽ കൊണ്ടുവന്നു. ഇപ്പൊ പുതിയ ജനറേഷനിലെ ആളുകൾ വരെ പറയുന്ന ഒരു കാര്യം, ഒരു പേര് ചിലര് ചിലപ്പോ പറയാറില്ല. ഇപ്പൊ നമുക്ക് വൃന്ദ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു, അത് പറഞ്ഞു നടക്കണമെന്നില്ല, എന്നാലും ചില സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ നമ്മൾ പറയില്ലേ എനിക്കത് വൃന്ദയാണെന്ന്, അത് ആ ഒരു സാമ്പത്തികം തന്നില്ലെങ്കിൽ എനിക്ക് എന്നെ കൈപിടിച്ചില്ല, ആ വഴി കാണിച്ചു തന്നു വൃന്ദ എന്ന് നമ്മൾ പറയുന്നില്ല. അവിടെ നാണക്കേടില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ നാണക്കേടുള്ളവരായിരിക്കും ചിലപ്പോ പറയാത്തത്. മമ്മൂക്ക ആണ് എന്നെ കയറ്റിയെന്ന് പറയാൻ നാണക്കേട് അല്ല, എന്റെ സ്വന്തം പ്രയത്നത്തിൽ കയറി എന്നുള്ള സർട്ടിഫിക്കറ്റ് നേടാനായിരിക്കാം. അല്ലെ മമ്മൂക്ക എന്തോരം പേരെ കയറ്റി. തീർച്ചയായും അത് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നിമിത്തമായിരുന്നു. അപ്പൊ ഈ ഭാഗ്യദേവത കണ്ടിരുന്നോ മമ്മൂക്ക? കണ്ടു കാണും, പിന്നെ കാണാതിരിക്കും. ഇത്രയും ദിവസം ഓടിയ സിനിമയിൽ അപ്പൊ കണ്ടു കാണാതിരിക്കും. പ്രത്യേകിച്ച് സത്യസാറിന്റെ പടമൊക്കെ ആയതുകൊണ്ട് കാണുന്നേ. അവിടെ എല്ലാവർക്കും ഒരു മുൻവിധി ഉണ്ടല്ലോ. സത്യനന്ദിക്കാരന്റെ പടം എന്ന് പറയുമ്പോ ചെന്നാൽ പേര് തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെടുമുടി ചേട്ടനൊക്കെ അതിൽ എല്ലാവരും അതൊരു എല്ലാ കാസ്റ്റ് എന്ന് പറയണ ഭയങ്കര അടിപൊളിയായിരുന്നു. KPS ലളിത ചേച്ചി ഉണ്ടായിരുന്നു. ഒരുപാട് കാശ് മുടക്കേണ്ട ആർട്ടിസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടനെ ഉള്ളതിന് സീനിയർ ആയിട്ട്. പിന്നെ വേണിച്ചേട്ടൻ, കനിഹയൊക്കെ പുതിയ ആളായിരുന്നു. അല്ല, വേണുചേട്ടനായിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ച കൂടെ അഭിനയിച്ച സമയത്ത്? 3 പേരല്ലേ, വേണുചേട്ടനും ജയറാമേട്ടനും ഞാനും, അങ്ങനെ 3 പേരായിട്ടുള്ള കോമ്പിനേഷനിലും എല്ലാ സീനും അവര് തന്നെ. വീട്ടില് ഇവര് ബോട്ട് വില പറയാൻ വരുന്നതും ആ ഒരു സീനിൽ ഇവർ രണ്ടുപേരും, വേണിച്ചേട്ടനാണല്ലോ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കടപ്പുറമാണ് കാണിക്കുന്നത്. കടപ്പുറത്ത് ആ 2 സീനിലും ഇതൊക്കെ തന്നെ. എന്നാലും വേണുചേട്ടൻ നമ്മൾ പറയുമ്പോ ഇത്രയും ലെജൻഡറി ആക്ടർ. ഞാൻ വേണുചേട്ടനായിട്ടുള്ള എനിക്ക് നമ്മളെ പുതിയ ആർട്ടിസ്റ്റ് ഇപ്പൊ മമ്മൂക്കായിട്ട് അഭിനയിക്കുമ്പോ, ലാലേട്ടനായിട്ട് അഭിനയിക്കുമ്പോ എന്നൊക്കെ പറയാൻ വേണ്ടല്ലോ, നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവൂലേ. പ്രമാണിയൊക്കെ അഭിനയിക്കുമ്പോ മമ്മൂക്കയുടെ മുഖത്ത് നോക്കുമ്പോ എന്നാ അപ്പുറത്തുള്ള ആളാണ്, കണ്ടോണ്ടിരുന്ന ആളാണ്, എപ്പോഴും കണ്ടോണ്ടിരുന്ന ആളാണ്. അഭിനയിക്കാൻ വരുമ്പോ ആ മുഖത്ത് അപ്പൊ ഞാൻ കണ്ണിട്ട് നോക്കാൻ ചെവിക്കിട്ടൊക്കെ നോക്കുള്ളൂ. ഞാനവിടെ പഠിച്ച അപ്പൊ ഞങ്ങൾക്ക് ഡയലോഗ് എല്ലാവർക്കും തന്നു. നമ്മൾ ഡയലോഗ് ബൈഹാർട്ട് ചെയ്തതിന് ശേഷമാണ് മമ്മൂക്ക വരുള്ളൂ സീനിൽ. അതിന് പകരം ആളെ ആരെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വന്നു കഴിയുമ്പോ നമ്മൾ പഠിച്ചതും മറന്ന് എല്ലാം മറന്ന് പിന്നെ പറയണതൊക്കെ കോമഡി ആയിരുന്നു തോന്നുന്നു. നമുക്കറിയാൻ പറ്റില്ല, നമ്മള് തീരുന്നുണ്ടാ പറയണത്. പിന്നെ കൊറേയൊക്കെ നമുക്ക് നാടകത്തിൽ പരിചയമുള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചങ്ങട് നിൽക്കും. പിന്നെ സിനിമയ്ക്ക് അങ്ങനെയൊന്നും പറ്റുകയില്ല. അങ്ങനെ ഒരു നാടകമാണ്, ഒന്ന് തെറ്റിയാൽ അടുത്ത പറഞ്ഞു ഷീതല്ലേ ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ തോന്നി. ഇത്രയും ഇപ്പൊ കാലഘട്ടങ്ങളായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്ന അത്രയും ആ ഒരു സമയത്ത് ചെയ്തിരുന്ന ആളായതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അന്ന് വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ്? ശരിക്കും മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞു കേട്ടിരിക്കണം, സിനിമയ്ക്ക് എന്താ മാറ്റം വന്നിരിക്കുന്നത്? ക്യാമറയിൽ തന്നെയാണ് ആളെയൊക്കെ ഒപ്പിയെടുക്കുന്നത്. കഥകളിലും എല്ലാ സന്ദർഭങ്ങളിലും കഥകൾ ഓരോരുത്തരുടെ ഓരോ സൃഷ്ടിയിൽ വരുന്നു, ഓരോ രീതിയിൽ. പിന്നെ പിള്ളേർ വന്നിരുന്നുള്ള വ്യത്യാസം പിള്ളേരാണ് ഒക്കെ. പിള്ളേര്, ചെറിയ പിള്ളേർ, ടീനേജിൽപ്പെട്ട പിള്ളേരൊക്കെ ആയിരിക്കില്ല ഇപ്പൊ വരുന്നത്. യുവതലമുറയാണ് വരുന്നത്. അഭിനയിക്കാനാണെങ്കിലും സംവിധാന രംഗത്ത് അവരെല്ലാം നല്ല കഴിവുള്ള പിള്ളേര് തന്നെയല്ല. സംവിധാന രംഗത്താണെങ്കിലും എല്ലാവരും അതൊക്കെ കറക്റ്റ് അവര് വരച്ച് പിടിച്ചിട്ടാണ് ഒരു പടം ചെയ്യുന്നത് തന്നെ. എല്ലാവരും ചുമ്മാ തോന്നുന്ന രീതിയിൽ ചെയ്യുമല്ല.
അത് കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം ഇപ്പോഴത്തെ പിള്ളേരെ. നല്ല കഥ, നല്ല രീതിയിൽ അഭിനയിക്കുന്ന പിള്ളേരും ഒക്കെ തന്നെ ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അന്ന് ആ ചുരുങ്ങിയ ഒരു കുറച്ച് സാങ്കേതിക വിദ്യകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ നല്ല നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്. അതെ, അതാണ് എനിക്കൊരു നമ്മള് ഞാനൊക്കെ അഭിനയിക്കാൻ ഫിലിമൊക്കെ എന്റെ ആദ്യം അത്രേ ഉള്ളൂ. ഫിലിമിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഫിലിമൊക്കെ മാറിയല്ലോ. അപ്പൊ ഈ റീടേക്ക് ഒക്കെ ഒത്തിരി വരുമ്പോ പ്രൊഡ്യൂസർ നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങും പുള്ളിക്കാരൻ. ഇനിയും പൈസ ഇനി അവൻ തെറ്റിച്ച എന്റെ കാശ് പോവുമല്ലോ എന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ അന്ന്. ഇതിപ്പം പിന്നെ അതിനുശേഷം കാർഡ് സംഭവമില്ല. ഫിലിം മാറിക്കഴിഞ്ഞപ്പോ എത്ര ടേക്ക് വേണം പോകും, കുഴപ്പമൊന്നുമില്ല. സമയനഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം കൂടുതൽ കൊടുക്കേണ്ടി വരും. അല്ല, അന്നത്തെ ഫേമസ് ആയിട്ടുള്ള അല്ലെ അന്നത്തെ ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെയും അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഉള്ള പുതിയ ജനറേഷനിലെ ആളുകളുടെ കൂടെയും. അപ്പൊ ആ ഒരു മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് ചേട്ടൻ? ഇല്ല, മാറ്റങ്ങൾ എന്താ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ മമ്മൂക്ക, ലാലേട്ടൻ തൊട്ട് ഒരു വിധമുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ അഭിനയിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ പിള്ളേരിൽ മാത്രം എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത വിനീത് ശ്രീനിവാസന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഷായം നിഗം, അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന പിള്ളേര് മാത്രം, ബാക്കി എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം. അല്ല, അന്ന് ഇപ്പൊ പറഞ്ഞ കുറെ ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അന്നൊക്കെ ആദ്യം സിനിമ ഒക്കെ ചെയ്യുന്ന അന്നൊക്കെ എങ്ങനെയായിരുന്നു ഒരു സിനിമയില് നമ്മളൊരാളെ എടുക്കുന്നത്? എങ്ങനെയായിരിക്കും? 2009 ഞാൻ ചെല്ലുന്നത്. അവിടെ തൊട്ടുള്ള സിനിമയുടെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എന്റെ അനുഭവം തൊട്ടുള്ള. അതാണ് ഭാഗ്യദേവത. അവിടെ തൊട്ട് ഇങ്ങോട്ട് വന്നത് നമ്മള് പോകുന്ന ഈ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിള്ളേരുടെ ഇത് വരുന്നത്. അപ്പൊ അന്ന് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും കൊണ്ട് തെറ്റിട്ടുണ്ട്, അത് അശോക അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് എന്ന് പറയും. തെറ്റിയിട്ടല്ല, തെറ്റിക്കാൻ നമ്മൾ ഇട കൊടുക്കാറില്ലായിരുന്നു. അത് വേറെ ആരോടാണെങ്കിലും അത് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയെന്നൊക്കെ വളരെ സൗമ്യമായിട്ട് പറയും. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല, ചിലരൊക്കെ ഷൗട്ട് ചെയ്യും, ഇതെന്താ ചെയ്യണത്, അല്ലെങ്കിൽ ആ ഡയലോഗ് പറയാൻ പറഞ്ഞു എന്നൊക്കെ. നമ്മളപ്പോ ചിലപ്പോ അതിന് എഴുതി വെച്ച ഡയലോഗിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു കഷ്ണം കൂട്ടി പറയാൻ, ഈ ഇന്ത്യ ഉടെ എന്നൊക്കെ പറഞ്ഞ ചില ചില്ലുകളൊക്കെ ഇല്ലേ, അത് ചേർക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വാചകങ്ങൾക്ക് പൂർണ്ണത എത്തുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ട് നമ്മൾ പറയും. അപ്പൊ ചിലർക്ക് അത് പിടിക്കില്ല. അതപ്പോ അപ്പൊ അവര് ചർച്ച ചെയ്ത് പറയില്ല, അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയും. അതാണ് അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളും അത് നമ്മൾ അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോ ഉള്ളതാണ്. നമ്മളത് അത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചാൽ 22 വർഷം നാടകമായിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ. അത്രയും ദിവസങ്ങൾ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യണം. അപ്പൊ എത്രയോ പേരുടെ സൃഷ്ടിയാണ് ഞങ്ങൾ പഠിക്കുന്നത്, കഥാകൃത്തുക്കളുടെ. അവരെഴുതി വെച്ചത്. അപ്പൊ നമുക്ക് ഒരു സിനിമ എവിടെ നിന്ന് വേണേലും എടുക്കാലോ, വാക്കുകൾക്ക് പഞ്ഞില്ലല്ലോ. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് എടുത്തു എന്നുള്ളതല്ല. അപ്പൊ അവിടെ നമ്മൾ ഒത്തിരി പഠിച്ചു പോകുന്നതാണ്. അപ്പൊ സിനിമയിൽ ഇപ്പൊ പിള്ളേരുടെ ഇതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് ചിലപ്പോൾ മലയാളം അറിയാവുന്ന പിള്ളേർ ശരിക്കും ഉണ്ടാവൂല. അപ്പൊ അവര് വരുമ്പോ ആ വ്യാകരണം നോക്കിയിട്ടല്ല നമ്മൾ ഇപ്പോഴത്തെ സിനിമയ്ക്ക് വരണത്. നമ്മൾ എവിടെ പോണു, ഇത്രേ ഉള്ളൂ. ഞങ്ങള് നമ്മുടെ വൈക്കംകാർ ഇവിടെയൊക്കെ പറയുവാണ്, നീ എവിടെ പോകുന്നു, പോകുന്നു എന്ന് വരെ പറയും. എവിടെ പോകുന്നു, എവിടെ പോയിരുന്നു, എവിടെ പോണു, അത്ര അങ്ങനെയാക്കി ലോപിച്ചു. ഇതൊക്കെ പോയിരുന്നു എന്നുള്ളതൊക്കെ മാറ്റി ലോപിച്ചു. ഇതാണ്. അപ്പൊ ആ രീതിയിൽ മതി സിനിമയ്ക്ക്. അത്രേ ഉള്ളൂ. നമ്മളെ കൊളവയ്ക്കലായിട്ട്. അല്ല, മമ്മൂക്ക തന്നെ ഇപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയാൽ അല്ലെങ്കിൽ ഞാനും പഴഞ്ചനായി പോകുന്നു മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അവരുടെ കൂടെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊക്കെ എല്ലാം പുതിയതായതായാലും പുള്ളി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതെ, ശരിയാണ്. അത് വലിയൊരു കാര്യം തന്നെ കേട്ടോ. അതിനുശേഷം സത്യനന്ദിക്കാടിന്റെ സിനിമ തന്നെ പുതിയ തീരങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഭാഗ്യദേവത, പുതിയ കഥ തുടരുന്നു, സ്നേഹവീട്, പുതിയ തീരങ്ങൾ, 4 വർഷം. സത്യസാറിന്റെ 50ാമത്തെ ചിത്രമാണ് കഥ തുടരുന്നു. അത് 50ാമത്തെ ചിത്രം പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 50ാമത്തെ ചിത്രം എടുക്കുന്ന സമയത്ത് പുള്ളിക്കാട് ഒരു പൗരസ്വീകരണം ഞാൻ പേപ്പറിലൂടെ കണ്ടതാണ്. സത്യനന്ദിക്കാടിന്റെ 50ാമത്തെ സിനിമയ്ക്ക്. പക്ഷെ പുള്ളി അത് ഒഴിവാക്കിച്ചു, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അറിഞ്ഞ 50ാമത്തെ സിനിമ അങ്ങനെയാണ്. അല്ല, ആ ഡയലോഗ് ഇപ്പോഴും ഞാൻ കഞ്ഞെടുക്കുകയാണ്. പുതിയ തീരങ്ങൾ പിന്നെ വന്നു. അതാണ് കനകമ്മേ കഞ്ഞി വിളിച്ചാൽ മതി.
അത് ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ വരെ. വൈറലായിരിക്കണം. അത് അതെ, ഭയങ്കര ഇതാണ്. കോവിഡ് ടൈമിലായിരുന്നു ആ ഒരു ഡയലോഗ്. മഴക്കാലത്തും ഇപ്പൊ ചിലതൊക്കെ ഇവര് ട്രോൾ ഇറക്കണ പട്ടിയൊക്കെ പുതപ്പിനിടയുന്നതെന്ന് വെച്ചാണ് കാരണം കനിയാമ്പ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സിനിമ ചെയ്യുന്നേക്കാൾ ഉപരി ആ ഒരു കഥാപാത്രം എല്ലാരും. ഏത് സംഭവം നമ്മൾ അങ്ങനെയാണല്ലേ, കഥാപാത്രങ്ങളിൽ എന്തെങ്കിലും നമ്മളിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം, ഓ ഇതേ പറയുന്നുണ്ട് കൈകണ്ട എന്ന് പറഞ്ഞു വരുമ്പോ നമുക്കതിന് ഓ നമ്മൾ അഭിനയിച്ച നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ ഉദ്ഘാടനത്തിന് മുമ്പ് ഈ ഡയലോഗ് പറയിപ്പിക്കുമായിരുന്നു. തങ്കവാസന്റെ 2 ഡയലോഗ് പറയണേന്ന് പറയും. അപ്പൊ അങ്ങനെ ഡയലോഗ് പറയും. അല്ല, ഈ ഡയലോഗ് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷന്റെ ഓർമ്മയൊക്കെ എങ്ങനെയായിരുന്നു പുതിയ തീരം? ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേനെക്കാട്ടും നമ്മുടെ ഈ അർത്തങ്കൽ കേട്ടിട്ടുണ്ട്. അർത്തങ്കൽ പള്ളി ചേർത്തല, അർത്തങ്കൽ അവിടെ ആ കടപ്പുറം സൈഡായിരുന്നു. അപ്പൊ കടപ്പുറത്തെ സ്ലാങ് ഫുള്ള് വേണ്ടെന്ന് സത്യൻ സാറ് പറഞ്ഞു. ഇപ്പൊ എല്ലായിടത്തും വിഷയമുള്ള കാര്യം പറയുന്നു. ഇപ്പൊ നിങ്ങൾ കടപ്പുറംകാരാണ്, കടപ്പുറത്തെ സ്ലാങ് ആണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിലും അതുപോലെ തന്നെ വേറൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ് അങ്ങനെ പറഞ്ഞത്, ഞങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ പറയാറില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ബഹളം ഉണ്ടാക്കും. അപ്പൊ ആ ബഹളം ഒഴിവാക്കി ഇവിടെ സാറ് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം, ഈ സ്ലാങ് അറിയാം. ഞാൻ ഈ നാടകത്തിൽ നടന്നിട്ടുള്ള പരിചയമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഭാഗ്യദേവതക്കും ഈ ഡയലോഗ് പറയാൻ പറ്റിയത്. നമ്മൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഈ കടപ്പുറം സ്ലാങ് ആണോ വേണ്ടതെന്നുള്ള അറിയില്ല. അങ്ങനെ പറഞ്ഞു സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ ഇത് കടപ്പുറമാണ് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതായിരുന്നത്, കടപ്പുറം പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിൽ എഴുതി വെച്ചിരുന്ന ലാളിത്യമുള്ള ഭാഷ എഴുതി. നിങ്ങൾ ഇന്നലെ ബോട്ടിന് വില പറയാൻ വന്നപ്പോ വന്ന് പോയതിന് ശേഷം വേറെ ചിലര് വന്നു, കാശ് വേണമെങ്കിൽ കൂടുതൽ തരാമെന്നും പറഞ്ഞു. പക്ഷെ തങ്കൂന് തന്തോന്നേ ഉള്ളൂ, വാക്ക് പറഞ്ഞാൽ മാറില്ല. ഇങ്ങനെ ഈ സാധനം നേരെ ഞാൻ സാറിന്റെ അടുത്തേക്ക് ഇത് ഞാനൊന്ന് പറയട്ടെ, നിങ്ങ ഇന്നലെ ബോട്ടിൽ വില പറഞ്ഞു പോയതിന് ശേഷം വേറെ 2-3 പേര് വന്നായിരുന്നു, വേണമെങ്കിൽ കാശ് കൂടുതൽ തരാമെന്നും പറഞ്ഞു. പക്ഷെ തങ്കൂന് തന്തോന്നും ഉള്ളേ, വാക്ക് പറഞ്ഞാൽ മാറിയല്ലേ അല്ലേ? അതെ, അപ്പോ മതി, അവിടെ എഴുതി റെഡിയായി. ഇതായിരുന്നു നമുക്ക് വേണ്ട ഷോ. ഓക്കെ, അവർക്കൊന്നും പറയാം. അങ്ങനെയാണ്. പിന്നെ അതുകൂടി കേട്ടോ പിന്നെ നമ്മൾ ഭയങ്കര നമുക്കൊരു ഇൻസ്പിറേഷൻ ആയില്ലേ. അല്ല, പിന്നെ അതിനുശേഷം സത്യൻ സാറിന്റെ കൂടെ പിന്നെ കൊറേ സിനിമകൾ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? 4 സിനിമ ചെയ്തുള്ളൂ. സാറിന്റെ അവിടുന്ന് വലിയൊരു ക്ലാസ് അല്ലേ നമുക്ക് കിട്ടിയത്. നമ്മൾ ആദ്യമായിട്ട് സിനിമയ്ക്ക് അഭിനയിക്കാൻ ചെല്ലുന്നതും സിനിമയിലെ ഡയറക്റ്റ് ചെയ്ത ആളാരെ, അതാണ് ഏറ്റവും വലുത്. അങ്ങനെ ഒരു സംഭവം. ഇന്നിപ്പോ സാറിന്റെ മകൻ സംവിധാനിച്ച് സർവ്വമായത്തിൽ വരെ അഭിനയിക്കാൻ പറ്റി. അല്ല, അതും വലിയൊരു കാര്യം തന്നെയാണ്. ഒരാളെ ഒരു ചെറിയൊരു സംഭവമാണ്. ഒരു തബലിസ്റ്റിന്റെ വേഷം ഒരു ഗാനമേള ട്രൂപ്പിൽ അത് മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ അത് എന്നെ കൂടെ എന്നുള്ളതല്ല, എന്നെ വിളിക്കാൻ മനസ്സ് കാണിച്ചതേ. ചിലപ്പോ ഒരുപക്ഷെ അത് വേണം നിർത്തിട്ടിരിക്കും. അപ്പൊ അതിന് ഞാൻ കിടന്ന് ഉറങ്ങേണ്ട ഒരു സാധനമുണ്ട്. നിവിന്റെ തോളെ കിടന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്നിട്ട് എന്ന് പറഞ്ഞ ചാടി എന്നിട്ട് 2-3 സ്ഥലത്ത് ചോദിക്കും. അതുണ്ട്. അപ്പൊ നിവിൻ പോളിക്ക് അതൊക്കെ കേട്ടിട്ട് എന്തോ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് തുടങ്ങിയെന്നറിയാമോ, ചിരിയോട് ചിരിയായി നിവിൻ പോളിയുടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല, ഈ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ആരെങ്കിലും ഒക്കെ ഇതുപോലെ കോമഡി പറഞ്ഞ് ചിരിച്ചു പോകണ അങ്ങനത്തെ മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സിറ്റുവേഷൻ ഇതാണ്, സിനിമയുടെ സിറ്റുവേഷൻ അതായിരുന്നു. ഷൂട്ട് നടക്കണ സമയത്ത് നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങി പോയി ചവിട്ട് എന്നിട്ടെന്നാ ചോദിച്ചു നടക്കണ. എന്താ ഇത് നമ്മുടെ നിവിന് ഭയങ്കര കുറെ സമയം കഴിഞ്ഞാ പിന്നെ കഴിയട്ടെ, ഇച്ചിരി കുറച്ച് കഴിയട്ടെ എന്നിച്ച് തുടങ്ങാം എന്നും പറഞ്ഞാണ് തുടങ്ങണം. അതൊരു അങ്ങനെ സാധനം. അപ്പൊ അഖില പറയുന്നേ വെറുതെ ഒന്നുമല്ല ചേട്ടാ, ചേട്ടനെ വിളിച്ച് ഇത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ക്യാരക്ടർ നമ്മൾ മനസ്സിൽ കണ്ടത് ചേട്ടനാണ്. അല്ല, അപ്പൊ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ഉദാഹരണമാണ് പുതിയ തീരങ്ങൾ സിനിമ. എല്ലാ നാട്ടിലുള്ള ഒരാളെ പാളപ്പറയല്ലേ ചിലപ്പോ ആ പുള്ളിയുടെ വസ്ത്ര ഇടുന്ന ഈ ഷർട്ട് ഇടും, ഫുൾ കൈ ഷർട്ടാണ്. ഫുൾ കൈ ഷർട്ട് തെറുക്കൂല. ഒരെണ്ണം 2-3 ഈ അലസമായിട്ട് ഇട്ട് ഒരെണ്ണം അതുവഴി ഇടും. ഈ മുണ്ടെടുക്കുക എന്ന് പറഞ്ഞ ഇങ്ങനെ കൊടുത്തിട്ട് ഈ മടിച്ചു കെട്ടുമ്പോ ഈ തുമ്പ് മാത്രം ഇങ്ങനെ ഇടും, ഇത് മാത്രം നീണ്ടു കിടക്കും. അങ്ങനെ കൈ മൂട്ടിലേക്ക് കിട്ടും. അപ്പൊ ഇതാണ് പുള്ളിയുടെ ശരിക്കുള്ള സ്വഭാവം. അങ്ങനെ നടക്കുള്ളൂ.
അപ്പൊ ഇത് സത്യസാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ഈ കൈ അഴിക്കണം, നമ്മുടെ അടുത്തുള്ള ഒരാളാണ്, ഈ കൈ അഴിക്കണ 2 സമയത്തെ അഴിക്കുള്ളൂ എന്ന് പറയാം. എന്താ, ഒന്ന് ഉണ്ണാൻ നേരത്തും പിന്നെ ഒന്ന് ചന്തികിടാൻ നേരത്തും. അയ്യോ ഇതിനെ കൈ അഴിക്കാറുള്ളൂ, അല്ലാതെ പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല, കൈ അഴിച്ചിലെ കെട്ടിക്കൊണ്ട്. അപ്പൊ സാറ് ചോദിച്ചപ്പോ കിടക്കണം പുള്ളി ഇങ്ങനെ കിടന്ന് കളയുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഉറങ്ങുമ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയില്ല. എന്നാൽ നമ്മള് അപ്പിയറൻസിന് ഇതാണ് 2 കാര്യത്തിനും. അല്ല, ഒരു നിരീക്ഷണം ഉണ്ടല്ലോ, ഒരു സിനിമ വേണ്ടതാണ് നിരീക്ഷണം. അതെ, പിന്നെ നാട്ടിൻപുറത്ത് ചിലരൊക്കെ പറയൂലേ, അവിടുന്ന് കിട്ടിയ ഈ തകതുകൂടി തെയ്യൊക്കെ. നമ്മുടെ അടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും ഇപ്പൊ സീരിയസ് തകതുണി തെയ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ എന്തെങ്കിലും നർമ്മത്തിന്റെ തകതുണി തെയ്, ഇത് മാറ്റി പറയാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. അങ്ങനെ പറയാം. നാട്ടിൻപുറത്ത് കുറെ ഈ സ്ഥിരമായിട്ട് പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതിലെങ്കിലും അതിപ്പോ സത്യൻ സാറിനെ പോലുള്ള പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ഫ്രീഡം കൊടുക്കണം എന്നില്ലല്ലോ എല്ലാ സംവിധായകരും. കിട്ടുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതാണിപ്പോ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന, നമ്മൾ എന്ന് പറയും പോലെ യാന്ത്രികമായിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ എനിക്ക്. ഞാൻ അത്ര നാടകം അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ അനുഭവത്തിൽ തന്നെ എന്നെ അത്ര വിളിച്ചിരുത്തി സംസാരിച്ച് കുറേ സമയം സംസാരിച്ച്, സാറും സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീബാല കെ മേനോൻ, അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്, ക്രൂ മൊത്തം സംസാരിച്ച് അപ്പൊ തന്നെ നമ്മൾ അതിലേക്ക് ഇഴുകിച്ചേർന്നു. പേടി എന്നുള്ള സംഭവം മാറി. അതാണ് ഒന്ന്. അല്ല, ശരിക്കും ആ ഒരു കളരി എന്തായാലും ഗുണം ചെയ്തിട്ടുണ്ടാവും ഇതിനടുത്ത എല്ലാ സിനിമകളിലും ഒക്കെ. അതിനുശേഷം ഈ അരനാഴിക നേരത്തിന്റെ ഡബിങ്ങും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ആലപ്പുഴ വന്ന് ഇവിടെ ഈ നാളത്തെ ഷൂട്ടിന് രാത്രി വന്ന് സ്റ്റേ ചെയ്യണത് അവിടെ. അപ്പോ എനിക്ക് സ്ക്രിപ്റ്റ് കൊണ്ട് തന്നിച്ച് പോയി. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഒരു കത്തണില്ല, നമുക്ക് പിടിക്കാനുള്ള ഡയലോഗ് അങ്ങനെ സൂപ്പർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ കഥാപാത്രമായിട്ട് അങ്ങനെ യോജിക്കാൻ പറ്റില്ല. എന്നാൽ പിറ്റേ ദിവസം ചോദിക്കാം, അന്ന് തന്നെ ചോദിക്കാൻ ചെന്നപ്പോൾ അതിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യനെ കണ്ട് ചോദിച്ചപ്പോൾ, അയ്യോ ഗരിയാൻ പോലതാണ്, ആവുമ്പോൾ കൈ ഒഴിഞ്ഞു. പിറ്റേ ദിവസം ഓടുന്നത്, പിറ്റേ ദിവസം കാപ്പി കുടിക്കാൻ നേരത്തെ ശ്രീബാല ഉണ്ടായിരുന്നു, അസോസിയേറ്റ് അല്ലേ. അപ്പൊ ബാലയോട് ചോദിച്ചു, ബാല ഇതിന്റെ സ്ലാങ് കടപ്പുറമാണോ? കടപ്പുറം ആണെന്നാ തോന്നണത് ചേട്ടാ, അതിപ്പോ വേണ്ട, അന്നേരം ഷൂട്ടിന് സമയത്ത് സാറിനോട് ചോദിച്ച് ഫൈനൽ ചെയ്താ പോ. അങ്ങനെ ഞാൻ പിന്നെ ചെന്നിട്ട് സാറിനോട് ചോദിച്ചു, സാറേ ഇതിങ്ങനെയാണ് സംഭവം, സ്ലാങ് വേണ്ടത് ഇതാണ്, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എഴുതാത്തൊന്നും. അപ്പോഴേ ഞാൻ ആ ഇച്ചിരി മുമ്പ് പറഞ്ഞ കാര്യം പറഞ്ഞു വെച്ചു. ഓക്കെ. പിന്നെ ചോദിച്ചു, സാറിന് ഈ ആൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ആള് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഈ 10 വർഷം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല എന്നോട്. ഓഹോ, അപ്പൊ അതിന്റെ വിവരവും ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് വരുമ്പോ നമുക്ക് കുട പിടിക്കാനും ആളും ഒക്കെ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഈ കാലൊന്ന് ഞാൻ എടുത്ത് കസേരക്കേറ്റി വെച്ചോട്ടെ ഇങ്ങനെ. സാറ് വെച്ചു, അങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോട്ട് എണ്ണുന്നൊരു സംഭവം ഉണ്ട്. നോട്ട് എണ്ണുക എന്ന് പറയുമ്പോ ഇയാളുടെ തങ്കുവാശാന്റെ കഥാപാത്രം എന്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ, ആളുടെ സ്വഭാവം. ഈ കാശ് എണ്ണുമ്പോ ഇവർ കാശ് തരുന്ന അഡ്വാൻസ് എണ്ണുന്നത് ഇങ്ങനെ ഈ സലൈവ കുറച്ച് കൂടുതൽ എടുത്തിരിച്ചാണ് ഇങ്ങനെ തിരിച്ചെണ്ണുന്നത്. അപ്പൊ അവിടെ വേണു സാറാണ് ക്യാമറമാൻ. വേണു സാർ അവിടെ എന്ന് വെച്ചാൽ സത്യം അത് ഇച്ചിരി ഓവറല്ലേ, വേണ്ട. അപ്പൊ സത്യ സാർ എന്നെ വിളിച്ചു, അശോക അതൊന്ന് കുറയ്ക്കാൻ. ശരി സാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു റീടേക്ക് വന്നിട്ടുള്ളൂ എനിക്കതില്. അപ്പൊ എടുത്ത് ശരി ആക്ഷൻ പറഞ്ഞു, എടുത്ത് വിളിച്ച് അങ്ങനെയാണ്. അപ്പൊ അവിടുന്ന് വേണു സാർ തന്നെ പറയാം, ആദ്യത്തെ തന്നെ അല്ല ആദ്യത്തെ തന്നെ മതിയെന്ന്. ഞാനതങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ, അടുത്ത സീനിൽ പറയുന്നുണ്ട്, തങ്കുവിന്റെ കയ്യിൽ നിന്ന് ഒരു കൂരിച്ചെമ്മീൻ ഒരേ ഒരു ചാള പോയ തങ്കുവിനൊന്ന് ഉറക്കം പോകുന്നു. അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അയാളുടെ നീ നോട്ട് എണ്ണുമ്പോ ഒരെണ്ണമെങ്കിലും കൂടുതൽ പോയാ പാഴായി. അതിനാണ് പുള്ളി ഈ തുപ്പലൊക്കെ കൂടുതൽ ഇട്ടിട്ട് പിടിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അത് സാറിന് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ആദ്യത്തെ മതി എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, സാർ ഇതാണ് എഴുതിയിരിക്കണതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റാണ്. പുള്ളിക്ക് പിന്നെ സ്വസ്ഥതക്കേടായി എന്നെ കൊണ്ട്. സത്യം സാറിന് ഞാൻ ഈ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഓരോന്നോരോന്ന് എല്ലാം ചോദിച്ചിട്ട് വേണമല്ലോ. ആദ്യം പിന്നെ പുള്ളി എനിക്ക്
സ്വാതന്ത്ര്യം തുറന്ന് കിട്ടും. സ്വാതന്ത്ര്യം അതെ, തന്നു ധൈര്യമായിട്ട് എല്ലാം ചെയ്തോ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാനത് അപ്പം കട്ട് കട്ട് ചെയ്തോളാം. ചെയ്തോളാം എന്ന് പറയാം. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ വന്നപ്പോ ആ കഥാപാത്രങ്ങൾ എല്ലാവരും ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും അല്ല, ആ സ്വാതന്ത്ര്യം തന്നതിന്റെ തന്നതാണ്. അതാണ്. ഉം. ചില സിനിമയിലൊക്കെ ചെല്ലുമ്പോ പിള്ളേരാണെങ്കിലും ചിലർ സ്വാതന്ത്ര്യം തരില്ല നമുക്ക്. അതെ. ആ കടിഞ്ഞാൻ അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, അങ്ങനെ വേണ്ട കേട്ടാ, അത് ഇങ്ങനെ വേണ്ട കേട്ടാ. പിന്നെ എന്തെങ്കിലും പറയുമ്പോ നാടെ പോയി പോയല്ലാന്ന്. അതെ. അതാണ് വ്യത്യാസം. അത് വ്യത്യാസം ഒന്നുമില്ല. അത് കുറച്ചൊക്കെ ആകുമ്പോ നമ്മൾ പിന്നെ അവരോട് ചോദിക്കാം, എന്നോ നിങ്ങളൊന്നും പറഞ്ഞതാ, അതെ. നിങ്ങൾ ഈ നാടകം എന്ന് പറയുന്നത് എന്തെന്ന് നാടകം. ഈ നാടകവും സിനിമയായിട്ടുള്ള വ്യത്യാസങ്ങൾ അപ്പൊ നമ്മൾ പറയും. നാടകം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും പറയണ ഒരു മരിച്ച കേസ് അത് അറിഞ്ഞായിരുന്നു അവിടെ. ഞാൻ വൃന്ദയോട് ചോദിച്ചേ, വൃന്ദ അവിടെ അറിഞ്ഞായിരുന്നു നമുക്കൊരു മരിപ്പുണ്ടായിരുന്നു അവിടെ. ആര്? അത് ഇന്നയാളുടെ മോൻ. ആണോ? ഓഹോ. നമ്മൾ ലൈവായിട്ട് ആ സാധനം പറഞ്ഞു തരുന്നു. അത് നാടകത്തിൽ വരുമ്പോ വൃന്ദ അറിഞ്ഞായിരുന്നോ? എന്ത്? ഒരു മരിപ്പുണ്ടായാലോ അവിടെ. ആര്? അത് ഇന്നയാളുടെ മോൻ. ആണോ? അയ്യോ, കുറച്ച് ഇമോഷൻ എങ്കിലേ അങ്ങ് ദൂരെ ഇരിക്കുന്നവർക്ക് അവരിലേക്ക് എത്തുള്ളൂ. ഈ ശബ്ദ വ്യത്യാസം കൂടി ഉണ്ടെങ്കിലേ അങ്ങോട്ട് എത്തുള്ളൂ. അതാണ് നാടകവും സിനിമയായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ ഞാൻ അവരോട് പറയും, ഇതൊക്കെയാണ് നാടകമായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ ഞാൻ ചെയ്ത നാടകം തോന്നിയാൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ അതുപോലെ ഞാൻ ചെയ്യാം. നമ്മൾ അഹങ്കാരം കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയാൻ പോലെ നമ്മൾ അല്ല. നാടകത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ സത്യൻ സാർ അന്നേ എന്നെ കട്ട് ചെയ്ത് വിടണ്ടേ? ആദ്യമായിട്ട് ചെല്ലുമ്പോ തന്നെ സത്യൻ സാർ കട്ട് ചെയ്യണ്ടേ? അതും സത്യൻ സാറിന്റെ സിനിമകൾ ഒരിക്കലും അങ്ങനെ പറയാനും പറ്റില്ലാത്ത സിനിമകളാണ്. സാറ് നാടകം ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല. സിബി സാറ് പറഞ്ഞിട്ടില്ല, സിബി മലയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിള്ളേരിൽ ചിലര് പറയാം അത് നാടകം ഇപ്പോഴല്ലേ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട്. നാടകത്തിനെ കുറ്റം പറയുന്ന ഒരു ഇതായിരിക്കും. എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞതാ. അല്ല അതല്ല ചേട്ടാ, അത് അല്ല അങ്ങനെ പ്ലീസ് അങ്ങനെ പറയണം. നാടകം പിന്നെ ഞാൻ പറയണം, നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. 15 അടി അകലെ നിൽക്കുന്നവർക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് കാണാൻ പറ്റുള്ളൂ. നാടകത്തിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നവർ ഏത് പരിപാടിക്കും അവിടെ കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ നമ്മൾ കയ്യും കാലും എടുക്കുന്നത് മാത്രമേ കാണൂ. അതിനാണ് കയ്യും കാലും കൂടുതൽ എടുത്തിട്ട് കാണിക്കുന്നത്. പോടാ എന്നൊക്കെ കാണിക്കുന്നത്. ഇതിൽ സിനിമയിലെ പോടാ അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ ഇത് അങ്ങേയറ്റത്തേക്ക് ഈ പറഞ്ഞ സെന്റിമെന്റ്സ് ഒക്കെ വരുമ്പോ നമ്മളത് കുറച്ച് കൂട്ടിയിടണം, കൂട്ടി പറയണം. ചിലപ്പോൾ ഇത് തൊണ്ടയിൽ കുറച്ച് വൈബ്രേഷൻ ഒക്കെ വേണ്ടി വരും. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സൂഹിക്കുള്ളൂ, ആസ്വദിക്കാൻ പറ്റുള്ളൂ. സിനിമയ്ക്ക് അത് വേണ്ട, അരോചകമായിട്ട് തോന്നുന്നത് ശരിയാ. അപ്പൊ നമ്മളവരോട് ചോദിക്കും, നമ്മളിപ്പോ ചെയ്തത് ലൈവായിട്ടാണ് ചെയ്തത്, ഇനിയിപ്പോ നാടകമായിട്ട് തോന്നിച്ചാൽ ഒന്ന് പറഞ്ഞു വരിക, അത്ര നമ്മൾ അതുപോലെ ചെയ്യാൻ. അതല്ല അങ്ങനെയല്ല. അല്ല പിന്നെ ഞാനിപ്പോ പറഞ്ഞ നാടകമായിട്ടാണ് തോന്നിക്കുന്നത് പറയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഡയലോഗ് പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് ഒരു ട്രോളെന്ന് പറയാൻ പറ്റില്ല. അനിൽകാന്ത് സാർ, DGP സാറിന്റെ ഒരു ബെഹ്റ അല്ലെ പാഷാണം ഷാജിക്ക് ശേഷം അടുത്തൊരു DGP വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇത് വൃന്ദയാ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. വൃന്ദയ്ക്ക് മുമ്പ് 1-2 പേര് വന്നു ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്തായാലും ഒരുപാട് 10-17 ചാനലുകാർ വീട്ടിൽ വന്നു അനിൽകാന്തിന്റെ അപരനാണെന്നും പറഞ്ഞിട്ട്. അതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ 17 ദിവസം വന്നപ്പോ 17 നേരം വന്ന് 17 ഷർട്ടും മുണ്ടും മാറേണ്ടി വന്നു. അല്ല, ഈ 2026 ഞാൻ ഇത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. ഞാൻ പിന്നെ അത് കുറ്റം പറഞ്ഞല്ല, അത് പിന്നെയും പറഞ്ഞ് പരത്തണ്ടല്ലോ, ജനങ്ങളിലുണ്ടല്ലോ. പക്ഷേ അശോകൻ ചേട്ടനെ പറയുമ്പോ അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തീർച്ചയായിട്ടും ചോദിച്ചാലും തെറ്റൊന്നുമില്ല. അപ്പൊ ഇനി പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഏതെങ്കിലും ഉണ്ടോ? പുതിയ സിനിമകളൊക്കെ ഏതെങ്കിലും? ഇപ്പൊ വരെ ഒന്നും വന്നിട്ടില്ല. ഇനി ജൂലൈയിലേക്ക് ഒരു പടം വന്നിട്ടുണ്ട്. അതിന് ഇപ്പുറത്തേക്ക് വേറൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനിയും വരുമ്പോ നമ്മൾ സാമ്പത്തികം കൊണ്ട് യോജിക്കാൻ പറ്റാതെയൊക്കെ നിൽക്കും. തീരെ ഇതായിട്ട് പോകും. ജീവിക്കാൻ വേണ്ടി നടക്കണതല്ലേ. നമ്മള് ലക്ഷങ്ങളും ഒരുപാട് സംഭവങ്ങളൊന്നും ചോദിക്കില്ല. ചെറിയ ചെറിയ തുക നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ അത് തരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. നമ്മളങ്ങോട്ട് ഒഴിവാകും. ശരി, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചോ, നമ്മൾ ഇങ്ങനെ പോകും. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഇപ്പൊ വിട്ടിട്ടുണ്ട്. 1-2 ഞാൻ വിട്ടു. ഇപ്പൊ വലിയ ബാനറുകാരുടെ നല്ല നല്ല സിനിമകൾ തീരെ കുറച്ച് ഇത് പറഞ്ഞപ്പോ സത്യസാറിന്റെ പുറത്ത് കിട്ടിയ കാശൊക്കെ പറഞ്ഞു വരുന്നത് 2009 ഈശ്വരാധീനം കൊണ്ട് 2009 തൊട്ട് ഇപ്പൊ വരെ നിന്ന് ചെയ്ത് ഭാഗ്യദേവതയ്ക്ക് ശേഷം എനിക്ക് പിന്നിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ചെയ്യാൻ പറ്റാത്ത ഇത് മാത്രം ഉണ്ടായിരുന്നു. ഒത്തിരി പടം ക്ലാഷ് ആയിട്ട് പോയിട്ടുണ്ട്.
അതെ. 10-200 പരം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ ഭാഗ്യം. ഭാഗ്യം. തീർച്ചയായും അയ്യോ, അത് അതെ, സത്യൻ സാറിന്റെ ഒരു കളരിയിൽ നിന്ന് ഇത്രയും നല്ല നല്ല സിനിമകൾ. അദ്ദേഹത്തിന്റെ അത് ഞാൻ ഏത് ഇന്റർവ്യൂവിലും ഞാൻ പറയാം, സത്യ സാറിന് അത് സാറത് ഈ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഒരു 3 സീനേ ഉള്ളു അശോക, പക്ഷെ അത് 3 നോട്ടബിൾ ആയിരിക്കും എന്ന് പറയും. ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞ സത്യ സാറിന്റെ നാവ് പൊന്നാണെന്ന്. പറഞ്ഞ പോലെ തന്നെയായി. അതുപോലെ തന്നെയായി പടം ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, ആ പരിചയത്തിന്റെ ഇതാണ്, അതുകൊണ്ടാണ്. അത് തന്നെയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്, ഒരു നല്ലൊരു വേഷം ചെയ്യാനായിട്ട് നമുക്ക് കൈ കിട്ടുക എന്നുള്ളതാണ്. കയ്യിലേക്ക് ഒരു വേഷം കിട്ടുക. അവിടെ നമുക്ക് ശമ്പളമൊന്നും അല്ല വിഷയം, വേഷം ആരെയും വേഷം ചെയ്ത് ബോധം കെടുത്താനല്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. വേഷങ്ങൾ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. കയ്യെന്ന് പറയുന്ന സിനിമയിൽ അത് അങ്ങോട്ട് തിയേറ്ററിൽ അങ്ങോട്ട് ഇതായ ഇല്ല, ഒരു മുസ്ലിം പവർ അയാണ്ടൊക്കെ വന്ന് കയറി അങ്ങനെ പോയതാണ്. ഒത്തിരി പെർഫോം ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. പിന്നെ തിലകഞ്ചേട്ടനും ഞാനും കൂടി ഒരേ പ്രായക്കാരായിട്ട് ഒരു പടമുണ്ട്, ഇവിടം സ്വർഗമാണ്. വെച്ച് വന്നാൽ എനിക്ക് എന്നെ തന്നെ കണ്ടറിയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല രൂപമാറ്റം. അതിൽ കുറച്ച് സംഭവം ഡെപ്തായിട്ടുള്ള സംഭവം. അങ്ങനെ ശേഷം ഒന്നും നല്ല സാധനമൊന്നും എനിക്ക് മനസ്സിൽ ഇതായിട്ട് കിട്ടിയിട്ടില്ല. അല്ല, ഇനിയും നല്ല നല്ല കഥാപാത്രം തേടി വരും, അത് ഉറപ്പാണ്. എന്നാലും എല്ലാവിധ ആശംസകളും, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വളരെ സന്തോഷം. നന്ദി. വൃന്ദയുടെ നാവും പൊന്നാവട്ടെ. അതെ, പൊന്നാവട്ടെ.